നമസ്കാരം. 2024 ബോളിവുഡിനപ്പുറം ഇന്ത്യയിലെ മറ്റു ഭാഷകളിലെ ചിത്രങ്ങൾ ഒരുപാട് അംഗീകരിക്കപ്പെട്ട വർഷമായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലയാള സിനിമകളെ കുറിച്ചാണ്. വാണിജ്യപരമായും കണ്ടന്റ് വൈസും മലയാള സിനിമ ഒരുപാട് അപ്രിസിയേഷൻസ് നേരിട്ട വർഷമായിരുന്നു. അതോടൊപ്പം തമിഴ് സിനിമയിൽ വമ്പൻ ഹൈപ്പിൽ വന്ന ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളും വ്യത്യസ്തമായ പരീക്ഷണങ്ങളും വലിയ രീതിയിൽ കയ്യടി നേടി. അങ്ങനെ 2024 മികച്ച തമിഴ് ചിത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനമായും വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പല വമ്പൻ താരങ്ങളുടെ വമ്പൻ ഹൈപ്പിലെത്തിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തു. ചില ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമല്ല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളായി മാറി. അതിൽ നിന്നെല്ലാം വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് 2025 മികച്ച റിലീസുകൾ തന്നെയാണ് തമിഴ് സിനിമ ഒരുക്കാൻ പോകുന്നത്. 1000 കോടി ഇന്നും ഒരു സ്വപ്നമായി തുടരുമ്പോൾ എങ്ങനെയായിരിക്കും അത് തമിഴ് സിനിമ ക്രാക്ക് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയോടുകൂടി അടുത്ത വർഷത്തിലേക്കാണ് കടക്കുന്നത്. 2024 ഒട്ടനവധി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് ശിവകാർത്തികേയൻ നായകനായെത്തിയ കമലഹാസൻ സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമിയുടെ അമരനാണ്. മേജർ മുകുന്ദ് വരദരാജനായി ശിവകാർത്തികേയൻ എത്തിയപ്പോൾ SK എന്ന എന്റർടൈനർക്കപ്പുറം അദ്ദേഹത്തിലെ നടനെ ഉപയോഗിച്ച ചിത്രങ്ങളിലൊന്നായി ചിത്രം മാറി. ബോക്സ് ഓഫീസിലും ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയത്. കോടിക്കണക്കുകളിലും അല്ലാത്ത പക്ഷം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നതിലും ചിത്രം മുന്നിലെത്തി. കേരളത്തിലടക്കം ചിത്രം വലിയ രീതിയിലുള്ള വിജയമാണ് സ്വന്തമാക്കിയത്. ആ രീതിയിലും അമരൻ 2024 ഏറ്റവും മികച്ച തമിഴ് സിനിമയാണെന്ന് നിസ്സംശയം പറയാനും സാധിക്കും. രണ്ടാമത്തേത് വിജയ് സേതുപതി നായകനായ 50ാം ചിത്രമായി എത്തിയ മഹാരാജയാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിതിലൻ സംവിധാനം ചെയ്ത ചിത്രം വളരെ ചെറിയ ഹൈപ്പിലെത്തി ബോക്സ് ഓഫീസിൽ തകർത്ത് വാരിയ കാഴ്ചയാണ് കണ്ടത്. ചിത്രത്തിന്റെ കണ്ടന്റ് കൊണ്ടും നറേറ്റീവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു. പിന്നീട് ചൈനീസ് ഭാഷയിലെ റിലീസിലും വലിയ രീതിയിൽ സ്വീകാര്യത ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. വിജയ് സേതുപതിയുടെ കരിയറിലെ ഹയസ്റ്റ് ഗ്രോസർ എന്ന ചിത്രവുമായി മാറാനും മഹാരാജയ്ക്ക് സാധിച്ചു. ചിത്രം ആദ്യ ദിനം കണ്ട പ്രേക്ഷകർക്ക് വളരെയധികം ആകാംക്ഷ സമ്മാനിച്ച് വളരെയധികം സിനിമാറ്റിക് എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു ചിത്രമായി അത് മാറുകയും ചെയ്തു. തമിഴ് സിനിമയിലെ ഒരുപാട് ക്ലീഷേ ബ്രേക്കിംഗ് സിനിമകളും ചിത്രത്തിലുണ്ടായി. മൂന്നാമത്തെ ചിത്രമായി എടുത്തു പറയേണ്ടത് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിലെത്തിയ ലബർ പന്താണ്. പുതുമുഖ സംവിധായകനായ തമിഴൻ പച്ചമുത്ത് സംവിധാനം ചെയ്ത ചിത്രം വളരെ ചെറിയ ഹൈപ്പിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. പലരും പല മുൻധാരണകളോടുകൂടിയാണ് ആ ചിത്രം കാണാനെത്തിയത്. ഒരു സ്പോർട്സ് ഡ്രാമയ്ക്ക് അപ്പുറം ആ ചിത്രത്തിന് ഒന്നും സമ്മാനിക്കാനാകില്ല എന്ന് പലരും വിധി എഴുതിയിരുന്നു. എന്നാൽ അവരെല്ലാം അമ്പരപ്പിച്ചുകൊണ്ടാണ് ലബ്ബർ പന്ത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിയത്. സ്പോർട്സ് ഡ്രാമയുടെ പൊതുവെ പ്രശ്നങ്ങളായിട്ടുള്ള ടെംപ്ലേറ്റ് ബ്രേക്കിംഗ്, പ്രെഡിക്റ്റബിലിറ്റി എന്നീ ഫാക്ടറുകൾക്കപ്പുറം ഒരുപാട് എന്റർടൈനിങ് കൊമേഴ്ഷ്യൽ പാക്കേജുകൾ ഉൾപ്പെട്ട ഒരു ചിത്രമായിരുന്നു ലബ്ബർ പന്ത്. അട്ടക്കത്തി ദിനേശ്, ഹരീഷ് കല്യാൺ എന്നിവരുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് ലബ്ബർ പന്ത് മാറുകയും ചെയ്തു. എല്ലാ ആംഗിളുകളിൽ നിന്നും വലിയ രീതിയിൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിൽ OTT റിലീസ് കഴിഞ്ഞിട്ടും ചിത്രം വലിയ രീതിയിൽ സ്വീകാര്യത നേടി. നാലാമതായി എടുത്തു പറയേണ്ട ചിത്രം മെയ്യഴകനാണ്. 96 ശേഷം പ്രേംകുമാർ സംവിധാനം ചെയ്ത ചിത്രം 3 മണിക്കൂറോളം ദൈർഘ്യമായാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ തമിഴ് ഓഡിയൻസിനപ്പുറം ഏറ്റവും കൂടുതൽ മെയ്യഴകൻ സ്വീകരിച്ചത് മലയാളി പ്രേക്ഷകരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് അൺകട്ട് വേർഷനുമാണ്. ജീവിതത്തോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന കണ്ടന്റായാണ് മെയ്യഴകൻ റിലീസിനായി എത്തിയത്. തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആ കഥാപാത്രം പലരുടെയും മനസ്സിൽ തട്ടിയെന്ന് പറയാം. 96 എവിടെ അവസാനിച്ചോ അവിടെയാണ് മെയ്യഴകൻ ആരംഭിച്ചത്. ഒരു പക്ഷേ 96നേക്കാൾ ഡോസ് കൂടിയൊരു സിനിമ തന്നെയായിരുന്നു മെയ്യഴകൻ എന്ന് നിസ്സംശയം പറയാൻ. OTT റിലീസിന് ശേഷം വലിയ രീതിയിൽ ചിത്രം സ്വീകരിക്കപ്പെട്ടു. കാർത്തിയുടെയും അരവിന്ദ് സ്വാമിയുടെ പെർഫോമൻസും സൂര്യ എന്ന പ്രൊഡ്യൂസറും വലിയ രീതിയിൽ കയ്യടി നേടി. അഞ്ചാമതായി എടുത്തു പറയേണ്ട ചിത്രം വാഴയാണ്. മാരി സെൽവരാജിന്റെ കരിയറിലെ ഏറ്റവും ചെറിയ ക്യാൻവാസിൽ ഒരുങ്ങിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയാണ് വാഴയൊരുങ്ങിയത്. ചിത്രത്തിന്റെ നറേറ്റീവ്, സ്റ്റോറി ടെല്ലിംഗ്, പെർഫോമൻസ്, മ്യൂസിക് എന്നീ ആസ്പെക്റ്റുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു അത്. കാസ്റ്റിംഗിന്റെ പെർഫോമൻസും വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പല ഫെസ്റ്റിവലിലും അവാർഡുകളും കഴിഞ്ഞിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ചിത്രം വലിയ രീതിയിൽ സാമ്പത്തിക വിജയം നേടാനും അതിനപ്പുറം OTT റിലീസിന് ശേഷം വലിയ ചർച്ചയാകാനും ചിത്രത്തിന് സാധിച്ചു.
ഈ 5 ചിത്രങ്ങൾക്ക് പുറമെ തമിഴ് സിനിമയിൽ ഒരുപാട് മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു ഇത്. കൊമേഴ്ഷ്യൽ സ്പേസിൽ വന്ന ഒരുപാട് ചിത്രങ്ങൾ വലിയ രീതിയിൽ വിജയമാവുകയും ചെയ്തു. 2024 പ്രധാന തമിഴ് റിലീസുകൾ ആരംഭിച്ചത് പൊങ്കലോടുകൂടിയാണ്. ഹൈ പ്രൊഫൈൽ റിലീസായെത്തിയ ക്യാപ്റ്റൻ മില്ലറും അയലനും മേരി ക്രിസ്മസും സാമ്പത്തികമായി വിജയം നേടി. പിന്നീട് അങ്ങോട്ട് ആദ്യത്തെ 6 മാസം കാര്യമായ അനക്കങ്ങളൊന്നും തമിഴ് സിനിമയിൽ സംഭവിച്ചില്ല. ഏറ്റവും ഹൈപ്പോട് കൂടിയ റിലീസുകൾ എത്തിയത് 2ാം പകുതിയിലായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമയിൽ പണം വാരിയത് ദളപതി വിജയ് നായകനായ വെങ്കട് പ്രഭു ചിത്രം ഗോട്ടാണ്. 500 കോടിയോളം ബോക്സ് ഓഫീസിൽ ചിത്രം സ്വന്തമാക്കി. ചിത്രം കേരളത്തിലും ആന്ധ്രയിലും ഒന്നും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും തമിഴ് ഓഡിയൻസിന് അത് വളരെയധികം കണക്ട് ആയി എന്ന് പറയാം. തൊട്ടു പിന്നാലെ ശിവകാർത്തികേയന്റെ അമരൻ, മഹാരാജ, ഡിമോണ്ടി കോളനി, അരമണി 4, റായൻ, വേട്ടയൻ എന്നീ ചിത്രങ്ങളാണ് 2024 ഏറ്റവും പണം വാരിയ ചിത്രങ്ങളായി എത്തിയത്. ഇതിൽ റായന്റെ സംവിധായകനും നടനുമെല്ലാം ധനുഷായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ സാമ്പത്തിക വിജയവും സ്വന്തമാക്കി. കണ്ടന്റ് കൊണ്ടും തമിഴ് സിനിമയിൽ ഒട്ടനവധി നല്ല ചിത്രങ്ങളുണ്ടായി. സ്വർഗവാസൽ, ലവർ, സ്റ്റാർ, ഗരുഡൻ, വിടുതലൈ 2 എന്നീ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഹൈപ്പിലെത്തിയ ചിത്രങ്ങൾ പരാജയപ്പെട്ടത് വലിയ ക്ഷീണമായി തന്നെ മാറിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യൻ 2വിനെയും കങ്കുവയെയും കുറിച്ചാണ്. തമിഴ് സിനിമയിൽ 1000 കോടി എന്ന സ്വപ്നമായി തന്നെയാണ് ഈ 2 ചിത്രങ്ങളും റിലീസിനെത്തിയത്. എന്നാൽ കങ്കുവ ആദ്യ ഷോയ്ക്ക് തന്നെ നെഗറ്റീവ് റിവ്യൂകൾ വന്നു. ഇന്ത്യൻ 2വിന്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട. OTT റിലീസിന് ശേഷം വലിയ ട്രോൾ മെറ്റീരിയലായി ഇന്ത്യൻ താത്ത മാറി. 2025 പ്രധാന റിലീസുകൾ തമിഴ് സിനിമയ്ക്കുണ്ട്. അതിലൂടെയൊക്കെ വലിയ സാമ്പത്തിക വിജയവും വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് തമിഴ് സിനിമ ആഗ്രഹിക്കുന്നുമുണ്ട്. വമ്പൻ താരങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ റിലീസിനായി കാത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ചിത്രങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കുക. നന്ദി.